പവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഉത്തര മലബാർ ജലോത്സവത്തിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി ടീം ജലരാജപ്പട്ടമണിഞ്ഞു. ചെറുവത്തൂർ അച്ചാന്തുരുത്തി പുഴയെ കീറിമുറിച്ചു പാഞ്ഞ ചുരുളൻ വള്ളങ്ങൾ തമ്മിൽ നടന്ന മത്സരത്തിൽ AKG പെടോത്തുരുത്തി ടീമിനാണ് 2ാം സ്ഥാനം. വയൽക്കര വെങ്ങാട്ട് ടീം 3ാം സ്ഥാനം നേടി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാനഘട്ടം ഒരുക്കത്തിൽ പയ്യന്നൂരിന്റെ സാംസ്കാരിക ഗരിമയ്ക്ക് പ്രൗഢിയേറ്റുന്നതായി കലോത്സവത്തെ മാറ്റാനൊരുങ്ങി സംഘാടകർ. മാലിന്യ നിർമ്മാർജ്ജനം സുഗമമാക്കുന്നതിനായി ഓലക്കൊട്ടകൾ തയ്യാറാക്കി നഗരസഭയുടെയും ഹരിത കർമ്മസേന. കലവറയിലും ഒരുക്കങ്ങൾ തകൃതി. ചെറുതാഴം കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിലംപണി അടിയന്തരം നടന്നു. കോയിമമാരുടെയും ആചാരസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രതിപുരുഷന്മാർ ക്ഷേത്ര തിരുമുറ്റത്തെ കൈലാസക്കല്ലിനരികിൽ നിലം കിളച്ചു തല്ലി ചാണകം മെഴുകി നിലമൊരുക്കൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി കരുവള്ളൂർ കട്ടച്ചേരിയിലെ കൊല്ലന്റെ ആല. പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഈ ആലയിൽ എടാട്ടുമ്മൽ കണ്ണൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 6.5 പതിറ്റാണ്ടാകും. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ അച്ചാംതുരുത്തി പുഴയെ കീറിമുറിച്ചു പാഞ്ഞ 6 ചുരുളൻ വള്ളങ്ങൾ തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഉത്തരമലബാർ ജലോത്സവത്തിന് അഴീക്കോടൻ അച്ചാംതുരുത്തി ടീം ജലരാജപ്പട്ടമണിഞ്ഞു. AKG പെടോത്തുരുത്തി ടീമിനാണ് 2ാം സ്ഥാനം. വയൽക്കര വെങ്ങാട്ട് ടീം 3ാം സ്ഥാനം നേടി. ഞായറാഴ്ച വൈകുന്നേരം കനത്ത മഴയും ഇടിമിന്നലും മൂലം മാറ്റിവെച്ച വനിതകളുടെ 15 പേർ തുഴയും വള്ളംകളിയുടെ ഫൈനലിൽ വയൽക്കര വെങ്ങാട്ട് ടീം കടുത്ത പോരാട്ടത്തിലൂടെ ജേതാക്കളായി. കൃഷ്ണപിള്ള കാവുഞ്ചിറ ടീമാണ് 2ഉം 3ഉം സ്ഥാനം സ്വന്തമാക്കിയത്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും നീലേശ്വരം നഗരസഭയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഉത്തര മലബാർ ജലോത്സവത്തിൽ ജനങ്ങളെ ആവേശഭരിതരാക്കി നടന്ന 25 പേർ തുഴയും മത്സരത്തിൽ 6 ടീമുകളും തീപാറും പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 950 മീറ്റർ നീളമുള്ള ട്രാക്കിൽ ഒരു തുഴപ്പാട് പോലും വ്യത്യാസമില്ലാതെയാണ് എല്ലാ ടീമുകളും ഫിനിഷിംഗ് ലൈൻ തൊട്ടത്. 3 ഹിറ്റ്സുകളിലായി 13 ചുരുളൻ വള്ളങ്ങൾ മാറ്റുരച്ചാണ് കലാശ പോരാട്ടത്തിലേക്ക് 6 ടീമുകൾ യോഗ്യത നേടിയത്. പുരുഷന്മാരുടെ 15 പേർ തുഴയും മത്സരത്തിൽ AKG പെടോത്തുരുത്തി ജേതാക്കളായി. കൃഷ്ണപിള്ള കാവുഞ്ചിറ 2ഉം മൈച്ച AKG ടീം 3ഉം സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M രാജഗോപാലൻ MLA വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പ്രവൃത്തി ദിവസമായിട്ടും 100 കണക്കിന് ആളുകൾ ഗാലറികളിലും പുഴയോരത്തുമായി മത്സരങ്ങൾ കാണാൻ ഒത്തുകൂടിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാനഘട്ടം ഒരുക്കത്തിൽ പയ്യന്നൂരിന്റെ സാംസ്കാരിക ഗരിമയ്ക്ക് പ്രൗഢിയേറ്റുന്നതായി ഈ കലോത്സവത്തെ മാറ്റാനൊരുങ്ങുകയാണ് സംഘാടകർ. പയ്യന്നൂർ നഗരം കണ്ണൂരിന്റെ കലാവൈഭവത്തിന്റെ നിറവിലേക്കുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ വൈകിട്ട് 4 മണിക്ക് പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിലവിളക്ക് കൊളുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 319 ഇനങ്ങളിൽ 17 വേദികളിലായി 15 സബ് ജില്ലകളിലെ 10,695 കുട്ടികളാണ് തങ്ങളുടെ സർഗവൈഭവം പങ്കിടാനെത്തുക. രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ നടന്നു. കൺവീനറാണ് എൻ്റെ ഒരു ബഷീർ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട്
രജിസ്ട്രേഷൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രജിസ്ട്രേഷൻ്റെ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ഏകദേശം 2 ആഴ്ചയോളമായി ഇതിൻ്റെ പ്രവർത്തനത്തിൽ തുടങ്ങിയിട്ട്. ഏതായാലും 15 സബ് ജില്ലകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അത് പാർട്ടിസിപ്പേഷൻ കാർഡും സപ്ലൈ ചെയ്തിട്ടുണ്ട്. കലോത്സവ മത്സര ഇനങ്ങളിൽ ഗോത്രകലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മംഗലംകളി, പണിയനൃത്തം, മലപ്പുലയാട്ടം, ഇരുളനൃത്തം, പാലിയനൃത്തം എന്നിവയാണ് ഇത്തവണയുള്ളത്. ഈ മത്സരങ്ങൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കാണുള്ളത്. എങ്ങനെയുണ്ട്? അവസാനവട്ട പരിശീലനത്തിലാണല്ലേ? അപ്പോൾ കലോത്സവത്തിൽ എന്തായിരുന്നു ഐറ്റം? എന്തായിരുന്നു? വഞ്ചിപ്പാട്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രാക്ടീസ്? ഇവിടെ ഒരു ഇപ്പോൾ കലോത്സവത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, എങ്ങനെ തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ട് നമ്മളെല്ലാവരും കലോത്സവത്തിൻ്റെ വേദിയിൽ നമ്മൾ കുറച്ചാൾ ജില്ലയിലേക്ക് എത്തുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ജില്ലാ കലോത്സവത്തിൽ എത്തിയപ്പോൾ തന്നെ ഒരു സ്വപ്ന തുല്യമായ നേട്ടമായി എന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ ഈ കലോത്സവത്തിൽ നിങ്ങൾ തന്നെ ഫസ്റ്റ് എ ഗ്രേഡ് നേടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ അല്ലേ? അതെ. അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷെ പറയാനൊന്നുമില്ലെങ്കിലും ഒരു പാടുമ്പോൾ തകർക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കേറിയ മട്ട് മാറുമെന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ കലോത്സവ നഗരിയിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൃത്യമായ സംഘാടക മികവും ഒക്കെ നമ്മൾ കണ്ടു. അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. കുട്ടികളും പലവരും പാടി അവരുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐറ്റം അതുപോലെ തന്നെ എല്ലാ വിജയാശംസകളും ഇവർക്ക് ഈ ഒരു നിമിഷത്തിൽ നേരുകയാണ്. രചനാ മത്സരങ്ങൾ 1-ാം ദിവസം തന്നെ സമാപിക്കും. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 249 ജനറൽ ഇനങ്ങളാണ് ഉണ്ടാവുക. സംസ്കൃതം കലോത്സവത്തിന് 38 ഇനങ്ങളും അറബിക് കലോത്സവത്തിൽ 32 ഇനങ്ങളും ഉണ്ടായിരിക്കും. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂർ വേദിയാവുകയാണ്. 7 വർഷത്തിന് ശേഷമാണ് കലോത്സവം പയ്യന്നൂരിലേക്ക് വിരുന്നെത്തുന്നത്. 319 ഇനങ്ങളാണ് ഇത്തവണ കുട്ടികൾ മാറ്റുരയ്ക്കാനെത്തുക. 16 വേദികളിലായാണ് പരിപാടികൾ നടക്കുക. അതിനുള്ള ഒരുക്കങ്ങളുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പയ്യന്നൂരിൻ്റെ ഒരു സാംസ്കാരിക ഗരിമയ്ക്ക് ഒത്ത് കലോത്സവത്തിൻ്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന രീതിയിൽ തന്നെയാകും ഇത്തവണ കലോത്സവം ഇവിടെ നടക്കുക. ചെറുതാഴം കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിലംപണി അടിയന്തരം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷിയാകാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. 15 വർഷങ്ങൾക്ക് ശേഷം ഡിസംബർ 11 മുതൽ 14 വരെ പെരുങ്കളിയാട്ടം നടക്കുന്ന കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിലംപണി അടിയന്തരം നടന്നു. ആടയാഭരണങ്ങളും തിരുവായുധവുമേന്തി അരങ്ങിലിറങ്ങിയ ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ കോയ്മമാരുടെയും ആചാരസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര തിരുമുറ്റത്തെ കൈലാസക്കല്ലിനരികിൽ നിലം കിളച്ചു തല്ലി ചാണകമൊഴുകി നിലമൊരുക്കൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇനിയുള്ള നാളുകൾ ഭക്ഷണശാല, നാലിലപ്പന്തൽ, കന്നിക്കലവറ, അടുക്കള, വിവിധ കമ്മിറ്റികളുടെ ഓഫീസുകൾ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമാകും. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷിയാകാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടിയിൽ പോക്സോ കേസിൽ പ്രതി അറസ്റ്റിൽ. പഴയങ്ങാടി കുളവയൽ സ്വദേശി സീരവളപ്പിൽ റാഷിദിനെയാണ് പഴയങ്ങാടി CI സത്യനാഥിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പഴയങ്ങാടിയിൽ പോക്സോ കേസിൽ പ്രതി അറസ്റ്റിൽ. പഴയങ്ങാടി കുളവയൽ സ്വദേശി സീരേവളപ്പിൽ റഷീദിനെയാണ് പഴയങ്ങാടി CI സത്യനാഥിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന +2 വിദ്യാർത്ഥിനിയായ 17-കാരിയെ സ്കൂട്ടറിൽ പിന്തുടരുകയും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനടുത്തു വച്ച് ശല്യപ്പെടുത്തി മാനഹാനി വരുത്തിയെന്നാണ് കേസ്. പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കലോത്സവം കളറായാൽ പോരാ, ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് അച്ചടക്കത്തോടെയാകണം. മാലിന്യ നിർമ്മാർജ്ജനം സുഗമമാക്കുന്നതിനായി നഗരസഭയുടെയും ഹരിതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ ഓലക്കൊട്ടകൾ തയ്യാറാക്കി. പരിപാടിയുടെ ഉദ്ഘാടനം TI മധുസൂദൻ MLA നിർവഹിച്ചു. 10,000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം എത്തിച്ചേരുന്ന കലോത്സവ നഗരിയിൽ മാലിന്യ പ്രശ്നം രൂക്ഷമായി തീരാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിക്കുന്നതിന് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പച്ചോലകൾ കൊണ്ട് കൊട്ടകൾ നിർമ്മിച്ച് പലയിടങ്ങളിൽ സ്ഥാപിക്കുന്നത്. ഇതിനായി നഗരസഭാ കൌൺസിലർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളുമെല്ലാം കൈമെയ് മറന്ന് ഓലക്കുട്ടകൾ നിർമ്മിച്ചു. MLA TI മധുസൂദനൻ, നഗരസഭാ അധ്യക്ഷ KV ലളിത, ശശി വട്ടക്കോവൽ, P സന്തോഷ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശേഷം കലോത്സവ കലവറയുടെ പാലുകാച്ചൽ കർമ്മത്തിനായി കലവറയിലെ അടുപ്പിലേക്ക് TI മധുസൂദനൻ MLA തീ പകർന്നു. നെറ്റ്വർക്ക് ന്യൂസ്,
പയ്യന്നൂർ. കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ കലവറയിലും തകൃതിയാണ്. ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇക്കുറിയും സദ്യയൊരുക്കുന്നത് പയ്യന്നൂർ KU ദാമോദര പൊതുവാളിന്റെ നേതൃത്വത്തിലാണ്. 23ാം തവണയാണ് ദാമോദര പൊതുവാളും സംഘവും കലോത്സവത്തിന് രുചിക്കൂട്ടൊരുക്കുന്നത്. കലോത്സവത്തിന് മുന്നോടിയായി കലവറയിലും തകൃതിയായി ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ദാമോദര പൊതുവാളാണ് എനിക്കൊപ്പം കൂടുന്നത്. എന്തൊക്കെയായി അച്ചാറിന്റെ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നില്ലേ? അച്ചാറിന്റെ പരിപാടി ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും കുറച്ച് സമയത്തിനുള്ളിൽ അച്ചാറാവും. ഇങ്ങനെ വലിയ ഒരുപാട് കുട്ടികൾ വരുന്നതാണ്. നമുക്ക് സദ്യ നടത്തി പരിചയമുള്ളതുകൊണ്ട് അതല്ലെങ്കിൽ പോലും ഒരു കൗമാര കലാമാമാങ്കത്തിന് സദ്യ വെച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ ആദ്യം തോന്നുന്നത്? ആശങ്കകൾ എന്തെങ്കിലും? ഒരു ആശങ്കയില്ല. ഏതായാലും നല്ല രീതിയിൽ നല്ല ഭക്ഷണം, കുട്ടികൾക്ക് നല്ല വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് മനസ്സിലുള്ളത്. അത് സാധിക്കും തന്നെയാണ് വ്യവസ്ഥ. അതിൽ യാതൊരു അങ്കലാൽപ്പൊന്നുമില്ല. എത്രയും നല്ല രീതിയിൽ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും എൻ്റെ ഭാഗത്തുണ്ട്. അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ നമ്മുടെ നാട്ടുകാരും ഒക്കെ വന്നു ചേരുന്ന ഒരിടമാണ്. അപ്പോൾ ഭക്ഷണത്തിനാണ് എല്ലാവരും ആദ്യ പരിഗണന നൽകുന്നതും. അപ്പോൾ നേരിട്ട് വന്ന് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ ഇങ്ങനെ? തീർച്ചയായിട്ടും. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്നൂർ പറയുന്ന പ്രദേശത്ത് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു പാചക പെരുമ അതിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ പിന്നെ അന്ന് പയ്യന്നൂരിൻ്റെ നമ്മളെ നാട്ടുകാരും ഒക്കെ എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം നാട് നിലനിൽക്ക് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഈ സദ്യ ഇതിനുണ്ട്, ഈ കലോത്സവത്തിനുണ്ട്. അതിൻ്റെ ആ രീതിയിൽ തന്നെ നല്ല രുചിയാവണ്ണം നല്ല ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ കൊടുക്കാൻ വേണ്ടി കഴിയും തന്നെയാണ് പിന്നെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സാധിക്കുക തന്നെയാണ് ഉള്ളത്. ഇതിനു മുമ്പും കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ജില്ലാ കലോത്സവത്തിനും ഞാൻ തന്നെയാണ് ഭക്ഷണമൊക്കെ ഏകദേശം ഒരു കുറേ ജില്ലാ കലോത്സവവും പിന്നെ സബ് ജില്ലാ കലോത്സവമൊക്കെ ആയിട്ട് ഒട്ടനവധി കലോത്സവങ്ങൾ ഇതിന് നടത്തി കഴിഞ്ഞു. ഏകദേശം 22-24ഓളം കലോത്സവം ഇതിനു മുമ്പേ നടത്തി. ജില്ല തന്നെ ഒരു 11, 12, 13ഓളം ജില്ല നടത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് 10-17ഓളം ജില്ല നടത്തി. അപ്പോൾ ആ രീതിയിൽ അതിൽ ആ ഒരു ആശങ്കയില്ല. ഏറ്റവും നല്ല വൃത്തിയിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് ഞാൻ പൂർണ്ണമായിട്ട് പിന്നെ ഉൾക്കൊണ്ട് അതിൻ്റെ എല്ലാ സഹായിൻ്റെ നമ്മളെ ഭക്ഷണ കമ്മിറ്റി കൺവീനർ ഭാഗത്തുനിന്നും അധ്യാപകരുടെ നിന്നും എല്ലായിടത്തും പൂർണ്ണ സപ്പോർട്ടുണ്ട്. ആ രീതിയിൽ പയ്യന്നൂർ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഭക്ഷണം കൊടുത്ത് കുട്ടികൾക്ക് നല്ല ഏതായാലും വീടിന്ന് പോകുമ്പം അതിൻ്റെ ഒരു സംതൃപ്തിയോടെ പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. രാജഗിരി നഗറിൽ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചു. തെങ്ങ്, കമുക്, വാഴ തുടങ്ങിയ കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത്. തറയിൽ തോമസ്, തറയിൽ ഷിജി എന്നിവരുടെ കൃഷിയിടത്തിലെ തെങ്ങ്, കമുക, വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. ഇന്നലെ രാത്രി കർണാടക വനത്തിൽ നിന്ന് കൃഷിയിടത്തിൽ എത്തിയ ആനകൾ നേരം വെളുക്കുന്നതുവരെ കൃഷിയിടങ്ങളിലുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കർണാടക വനവും മറുഭാഗത്ത് കാര്യങ്കോട് പുഴയും. ഇതിനിടയിലുള്ള സ്ഥലത്താണ് ഇവിടുത്തെ കുറച്ചു കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. ആകെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്തും കൂലിവേല ചെയ്തുമാണ് ഇവിടെയുള്ളവർ ഉപജീവനം നടത്തുന്നത്. കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ ഇടവിള കൃഷികളിട്ടാൽ അതിലൊന്നുപോലും ബാക്കി വെക്കാതെ മുള്ളൻ പന്നിയും കാട്ടുപന്നിയും തിന്നു തീർക്കുകയാണ്. ഇപ്പോൾ മറ്റു വിളകൾ ആനയും നശിപ്പിച്ചു തുടങ്ങി. ആനയെ ഓടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾക്കു വേണ്ടിയുള്ള മുറവിളി തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷേ എല്ലാം ചുവപ്പ് നാടകളിലും മറ്റും കുടുങ്ങി പാതിവഴിയിൽ കിടക്കുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം പാവപ്പെട്ട കർഷകർക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി കരുവള്ളൂർ കട്ടശ്ശേരിയിലെ കൊല്ലന്റെ ആല. പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഈ ആലയിൽ എടാട്ടുമുതൽ കണ്ണൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 6.5 പതിറ്റാണ്ടാകുന്നു. ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യവും പേറി നിൽക്കുകയാണ് കരിവള്ളൂർ കട്ടച്ചേരിയിലെ എടാട്ടുമ്മൽ കണ്ണൻ്റെ ആല. യന്ത്രവൽക്കരണത്തിൻ്റെ അതിവേഗതയിൽ പാരമ്പര്യ കൈത്തൊഴിൽ പലർക്കും നഷ്ടപ്പെട്ടു. ജീവിക്കാൻ മാർഗമില്ലാതെ പലരും മറ്റു തൊഴിലുകൾ തേടിപ്പോയി. എന്നിട്ടും മേഖല മാറാതെ പിടിച്ചു നിൽക്കുകയാണ് 79കാരനായ കണ്ണൻ. കണ്ണൻ്റെ അച്ഛൻ ചന്തു പേരുകേട്ട കൊല്ലപ്പണിക്കാരനായിരുന്നു. അച്ഛൻ തന്നെയാണ് കണ്ണൻ്റെ ഗുരുവും. 10ാമത്തെ വയസ്സിൽ ചക്രം തിരിച്ചും മഴുത്തളകൾ ചീകിമിനുക്കിയും പിതാവിൻ്റെ കൂടെ കൂടിയതാണ് കണ്ണൻ. കത്തിയാൾ, കുങ്കോട്ട്, ഞേന്തോല്, ത്രാക്കത്തി, പലക്കത്തി, കൈക്കോട്ട് എന്നിവയൊക്കെയായിരുന്നു പഴയകാലത്ത് ആലയിലെത്തിയിരുന്നത്. പിന്നീട് ചെങ്കൽപ്പണകളിൽ നിന്നുള്ള പണികളായിരുന്നു കൂടുതലും വന്നത്. യന്ത്രങ്ങളെത്തിയതോടെ അതും നിലച്ചു. അതോടെ ആല കൂടുതൽ പ്രതിസന്ധിയിലായി. എങ്കിലും നല്ല നാടൻ പണിയായുധങ്ങൾ അന്വേഷിച്ച് ഇപ്പോഴും ആളുകൾ എത്താറുണ്ടെന്ന് കണ്ണൻ പറയുന്നു. 65 കൊല്ലം പണി ആയിട്ടുണ്ടാവുന്നിരിക്കാം കണക്കൂട്ടാൻ. അതിനപ്പുറത്ത് തുടങ്ങി 65 കൊല്ലത്തെ കണക്കൂട്ടാൻ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ ഓടിക്കൊണ്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് റെഡി എത്തിച്ചു. ഇനിയിപ്പോൾ ഇതെടുക്കാൻ ആരുമില്ല. ഇനിയിപ്പോൾ അനിയന്മാർ കുറച്ചൊക്കെ എടുക്കുന്നതുണ്ട്. മറ്റേ ഇനി പിള്ളമാരൊന്നുമില്ല, പിള്ളമാരില്ല, കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരില്ല.
എല്ലാം സ്കൂൾ വിദ്യാഭ്യാസം കാര്യങ്ങളങ്ങനെ കടന്നങ്ങനെ പോയി. ഇരുമ്പ് ചുട്ടുപൊഴിപ്പിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന രീതി അന്യം നിന്നു പോകുമ്പോഴും അതിനെ കാത്തുവയ്ക്കുകയാണ് കണ്ണൻ. പ്രതിസന്ധികളുടെ ഉരുകിയമരുന്ന മനസ്സുമായി ആലകളിൽ വെന്തുരുകാൻ വിധിക്കപ്പെട്ടവരുടെ പ്രതിനിധി കൂടിയാവുകയാണ് കണ്ണൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം രമേശൻ കെ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ആ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പുതിയൊരു ക്ഷേമ ഫണ്ടിൽ കൂടി ഒരു ആശ്രയ പദ്ധതി കൂടി നമ്മൾ നടത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ യൂണിറ്റിലെ മുഴുവൻ മെമ്പർമാരെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ആശ്രയ പദ്ധതി എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ഏകദേശം 3000 രൂപ ഇനീഷ്യൽ ഡിപ്പോസിറ്റും 1000 രൂപ നമ്മുടെ ഓരോരുത്തരെയും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് ഒരു മേഖലയിൽ ഒരു മെമ്പർ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വിതരണം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന കമ്മിറ്റി 3-4 മാസമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിൽ നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും കണ്ടോത്തെ രവീന്ദ്രന്റെ കുടുംബത്തിന് മരണാനന്തര ഫണ്ട് വിതരണവും നടന്നു. CWSA മേഖലാ പ്രസിഡന്റ് സുരേന്ദ്രൻ കെ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവൻ സി സംഘടനാ വിശദീകരണം നൽകി. CWSA മേഖലാ സെക്രട്ടറി പ്രശാന്തൻ സി സംസാരിച്ചു. സംഘടനാ വിശദീകരണം, പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് അവതരണം, ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചാലിൽ കോരന്റെയും മേലേടത്ത് കുഞ്ഞിപ്പാറു അമ്മയുടെയും സ്മരണക്കായി പയ്യന്നൂർ കോളേജ് അങ്കണത്തിൽ മക്കൾ സമർപ്പിച്ച അബ്ദുൽ കലാമിന്റെ പൂർണ്ണകായ പ്രതിമ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനാവരണം ചെയ്തു. ശില്പി ഉണ്ണിക്കാനായിയെ ചടങ്ങിൽ ആദരിച്ചു. ചാലിൽ കോരന്റെയും മേലേടത്ത് കുഞ്ഞിപ്പാറു അമ്മയുടെയും സ്മരണയ്ക്കായി മക്കൾ പയ്യന്നൂർ കോളേജ് അങ്കണത്തിൽ സമർപ്പിച്ച അബ്ദുൽ കലാമിന്റെ പൂർണ്ണകായ പ്രതിമ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനാവരണം ചെയ്തു. പക്ഷെ അത് വിശ്വസിക്കാൻ ശരിക്കും അതൊരു അതിശയം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു ലിവിംഗ് ബീയിങ് ഒരു അബ്ദുൽ കലാം സാറ് തന്നെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്കത് തോന്നുന്നതെങ്കിൽ നമ്മൾ അതിനാണല്ലോ ശില്പി ആ പ്രതിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റും കൊടുക്കുന്നത്. കാരണം അതിനൊരു ലിവിംഗ് ആയിട്ട് കാണാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൽ ലിവിംഗ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റാണ് പറഞ്ഞത്, മഹാത്മാഗാന്ധിജിയെ മറക്കുന്ന ഒരു കാലമാണ്. ഇതിപ്പോ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ മഹാത്മാഗാന്ധിയെ മറക്കുകയാണ്. DSC ബാൻഡിന്റെ അകമ്പടിയോടെ കുടുംബാംഗങ്ങളും കോളേജ് ഭാരവാഹികളും പ്രിൻസിപ്പലും നാട്ടുകാരും ചേർന്ന് ശില്പം സ്വീകരിച്ചു. തുടർന്ന് സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് ഭരണസമിതി പ്രസിഡന്റ് KK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ശില്പി ഉണ്ണിക്കാനായിയെ മേലേടത്ത് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ആദരിച്ചു. ഗംഗാധരൻ മേലേടത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ്, വൈസ് പ്രസിഡന്റ് MP മധുസൂദനൻ, ഡോക്ടർ സ്വരൻ PR, ശ്രീകാന്ത് K, വിഷ്ണു CV, മേലേടത്ത് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, മേലേടത്ത് രാഘവൻ, മേലേടത്ത് കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ തെക്കേമമ്പലം ടി ഗോവിന്ദൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടി ഗോവിന്ദൻ അനുസ്മരണവും വനിതാവേദിയുടെ സംഗീത ശില്പം ജ്വാലാമുഖി പോർവേദിയിലെ പെൺപൂവുകൾ ഉദ്ഘാടനാവതരണവും നടന്നു. TI മധുസൂദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ തെക്കേമമ്പലം ടി ഗോവിന്ദൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടി ഗോവിന്ദൻ അനുസ്മരണവും ടി ഗോവിന്ദൻ സെന്റർ വനിതാവേദി അവതരിപ്പിച്ച സംഗീത ശില്പം ജ്വാലാമുഖി പോർവീഥിയിലെ പെൺപൂവുകൾ ഉദ്ഘാടന അവതരണവും നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെയൊക്കെ നേടിയിട്ടുള്ളതാണോ ഈ സ്വാതന്ത്ര്യം? അത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ മനുഷ്യന്റെ മേലെ തേരോട്ടം നടത്താനുള്ളതല്ല, ഈ മനുഷ്യന്റെ ജീവിതത്തെ ചവിട്ടിത്തേക്കാനുള്ളതല്ല എന്നാണ് ഗോവിന്ദേട്ടൻ ആ വരികളിലൂടെ ലോകത്തോട് സംസാരിക്കുന്നത്. അത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാവ്യാത്മകമായിട്ടുള്ള ഒരു തരം ഗോവിന്ദേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെ ഓരോ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അഡ്വക്കേറ്റ് PM ആതിര സാംസ്കാരിക പ്രഭാഷണം നടത്തി. K കമലാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
എം പ്രസാദ്, വി കെ നിഷ, എ വി രഞ്ജിത്ത്, കെ കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജന്മനാടിനു വേണ്ടി പൊരുതി വീണ സമൂഹത്തിന്റെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ധീരവനിതകൾ, ചരിത്രം വിളിച്ചോതി, ജ്വാലാമുഖി, പോർവീഥിയിലെ പെൺപൂവുകൾ രംഗ അവതരണം നടന്നു. ഒട്ടേറെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന സംഗീതശില്പത്തിന്റെ രചന എ വി രഞ്ജിത്തും, സംഗീതം ആലാപനം രതീഷ് പല്ലവിയും, നൃത്ത സംവിധാനം നിഷിത മനീഷും നിർവഹിച്ച ജ്വാലാമുഖി സംവിധാനം ചെയ്തത് അനിൽ നരിക്കോടാണ്. 20ഓളം വനിതകളാണ് ജ്വാലാമുഖിയിൽ രംഗത്തെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യുദ്ധവിരുദ്ധ ജല അപകട നിവാരണ സന്ദേശവുമായി പുഴയും കടലും കായലും കീഴടക്കി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി ദീർഘദൂര നീന്തൽ യജ്ഞം സംഘടിപ്പിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് നീന്തൽ താരങ്ങൾ പ്രതിജ്ഞയെടുത്തു. യുദ്ധവിരുദ്ധ സന്ദേശവുമായി ശനിയാഴ്ച പയ്യന്നൂർ കൊച്ചി ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച നീന്തൽ യജ്ഞം കൗവായി ബോട്ട് ടെർമിനലിലാണ് സമാപിച്ചത്. പുഴയിലെ നീന്തലിനു ശേഷം എട്ടിക്കുളം ബീച്ചിൽ നിന്നാണ് രണ്ടാം ദിനം കടലിലൂടെയുള്ള നീന്തൽ ആരംഭിച്ചത്. വനിതകളടക്കം 28 പേർ തിരമാലകളെ പ്രതിരോധിച്ച് കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റമായ വലിയ പറമ്പ് പാണ്ഡ്യാല കടവിലെത്തി. അവിടെ നിന്നും കൗവായി കായലിലൂടെയുള്ള കായൽ നീന്തൽ തുടരുകയായിരുന്നു. കൗവായി ബോട്ട് ടെർമിനലിന് മുന്നിൽ നീന്തൽ യജ്ഞം അവസാനിച്ചപ്പോൾ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നീന്തലിൽ പങ്കെടുത്തവർ കരയിലേക്ക് കയറിയത്. തുടർന്ന് നടന്ന സമാപന യോഗം കർഷക പ്രമുഖനും പയ്യന്നൂരിന്റെ ജനകീയ നേതാവുമായ കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം നീന്തൽ പഠിക്കണം. അതൊരു വലിയൊരു സന്ദേശമായിട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. അതുപോലെ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ നീന്തലിലൂടെ നടത്തിയിട്ടുള്ളത്. ചാൾസനും അതുപോലെ അവരുടെ കൂട്ടുകാരും അതുപോലെ മറ്റെല്ലാവരെയും പ്രത്യേകമായി ഈ കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യവാദിക്കുന്നു. നീന്തൽ യജ്ഞത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമല അധ്യക്ഷത വഹിച്ചു. 40ഓളം കിലോമീറ്റർ ദൂരം പുഴയിലും കടലിലും കായലിലുമായാണ് ആളുകൾ നീന്തി കയറിയത്. ഇത് അപൂർവ ഭാഗ്യമായി കരുതുന്നുവെന്നും തങ്ങളുടെ ആത്മധൈര്യം വർദ്ധിപ്പിച്ചതായും നീന്തലിൽ പങ്കെടുത്തവർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ റെഡ് വളണ്ടിയർ മാർച്ച് സംഘടിപ്പിച്ചു. ഈ മാസം 23, 24 തീയതികളിൽ നരീക്കോട് വെച്ചാണ് CPIM മാടായി ഏരിയ സമ്മേളനം നടക്കുന്നത്. CPIM മാടായി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പഴയങ്ങാടിയിൽ CPIM മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ച് സംഘടിപ്പിച്ചു. ഈ മാസം 23, 24 തീയതികളിൽ നരിക്കോട് വെച്ചാണ് CPIM മാടായി ഏരിയ സമ്മേളനം നടക്കുന്നത്. ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധമായി നിരവധി പരിപാടികളാണ് ഏരിയയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്നുവരുന്നത്. മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി കേന്ദ്രീകരിച്ചു നടന്ന വളണ്ടിയർ മാർച്ചിന് CPIM നേതാക്കളായ വി വിനോദ്, പി ജനാർദ്ദനൻ, പി വി വേണുഗോപാലൻ, എം രാമചന്ദ്രൻ, വരുൺ ബാലകൃഷ്ണൻ, ഒ വി രഘു എന്നിവർ നേതൃത്വം നൽകി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സസ് പിരിവ് സംബന്ധിച്ച കള്ളപ്രചരണങ്ങൾ തിരിച്ചറിയണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. എം ചന്ദ്രൻ, കെ കൃഷ്ണൻ, സുലോചന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് മർച്ചന്റ്സ് ആൻഡ് ഇൻഡസ്ട്രിയേറ്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദന സദസ്സും കാങ്കോൽ EMS ഹാളിൽ വെച്ച് നടന്നു. സൊസൈറ്റി പ്രസിഡന്റ് പി വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മനുഷ്യ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം.
ആ പ്രസ്ഥാനം വ്യത്യസ്ത മേഖലകൾ, വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ചൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ചേരാൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്നതാണ് അധ്യക്ഷന്റെ ആമുഖ ഭാഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടത്. 23 വർഷക്കാലത്തിനിടയിൽ 36 കോടിയുടെ പ്രവർത്തന മൂലധനം സമാഹരിക്കാനൊക്കെ സാധിച്ചുവെങ്കിലും കുറെ കൂടി സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് അധ്യക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഘം നിലനിൽക്കണമെങ്കിൽ അത് ബഹുജനങ്ങളുടെ നല്ല പിന്തുണയും സഹായവും ഉണ്ടായാൽ മാത്രമേ അതിന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദനവും സ്നേഹോപഹാര വിതരണവും M. രാഘവൻ നിർവഹിച്ചു. സെക്രട്ടറി സുരേഷ് കാളീശ്വരം റിപ്പോർട്ടിംഗും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കാവണാൽ നാരായണൻ, സുലേഖ വിജയൻ, ശുഭ മധുസൂദനൻ, ചന്ദ്രമതി, KV മുരളീധരൻ, C. കൃഷ്ണൻ, പ്രേമൻ TV, അനൂപ് കുമാർ KV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി ജനത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബിന്റെ മുൻ പ്രസിഡന്റ് O. വത്സൻ അനുസ്മരണം നടത്തി. CPIM മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ് അനുസ്മരണോദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. മാടായി ജനത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുൻ പ്രസിഡന്റ് O. വത്സൻ അനുസ്മരണം നടത്തി. CPIM മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ് അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. U. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. OV രഘുനാഥൻ, P. ജനാർദ്ദനൻ, KP ഗോപാലൻ, T. പവിത്രൻ, N. രഘുനാഥ്, U. പ്രസന്നകുമാർ, സ്റ്റാൻലി ചൂരക്കാട്, K. വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. 4 പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ പങ്കിട്ട് വെങ്ങര വെൽഫെയർ UP സ്കൂൾ 1978 7ാം ക്ലാസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികൾ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. വെങ്ങര വെൽഫെയർ UP സ്കൂൾ 1978 7ാം ക്ലാസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. 4.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവർ ഒത്തുചേരുന്നത്. മുത്തുമണികൾ എന്ന പേരിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുരളി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശശി CH, ഡിസെൽവ, C. ബോസ്, മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ഇവർ ആദരിച്ചു. വിരമിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കുന്ന കോളേജിന് ലാബ് ഒരുക്കി അധ്യാപകൻ. മാത്തിലിലെ AN നാരായണൻ നമ്പൂതിരിയാണ് കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലേക്ക് അത്യാധുനിക ലാബ് ഒരുക്കി നൽകിയത്. മാത്തിൽ ആലപ്പടമ്പിലെ AN നാരായണൻ നമ്പൂതിരിയാണ് കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 4 ലക്ഷം രൂപ ചിലവിട്ട് ലാബ് ഒരുക്കി നൽകിയത്. വിരമിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുകയാണ്. ഒട്ടനവധി പാവപ്പെട്ട വിദ്യാർത്ഥികൾ വരുന്ന സ്ഥാപനമാണ്. റിട്ടയർമെൻറ്റിന് മുന്നോടിയായിട്ട് മറ്റ് പരിപാടികൾ നടത്താതെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഉതകുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് ടെക്നോളജി ലാബ് ഏകദേശം 4 ലക്ഷം രൂപയോളം ചെലവിട്ട് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന് ഉതകുന്ന രീതിയിലുള്ള ഒരു ലാബ് അവിടെ ഞാൻ റിട്ടയർമെൻറ്റിന് മുന്നോടിയായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പാഠഭാഗത്തിൽ ഉൾപ്പെട്ട 15 വിഷയങ്ങളുടെ പരീക്ഷണങ്ങൾ പൂർണ്ണമായും ലാബിൽ നടത്താമെന്ന് നാരായണൻ നമ്പൂതിരി പറഞ്ഞു. 27 വർഷമായി പോളിടെക്നിക്കിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം അടുത്ത വർഷം മെയ് മാസത്തിൽ വിരമിക്കും. ആലപ്പടമ്പ് മരങ്ങാട്ടിലത്താണ് നാരായണൻ നമ്പൂതിരി താമസിക്കുന്നത്. ഭാര്യ K. ഉഷപ്രിയ, രാധ, കൃഷ്ണൻ എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാലക്കുന്നിലെ ബാലകൃഷ്ണന്റെ ചായക്കട പുസ്തക ചർച്ചയ്ക്ക് വേദിയായി. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥശാല സംഘടിപ്പിച്ച വായനായനം ചായക്കട പുസ്തക ചർച്ച വേറിട്ട അനുഭവമായി തീർന്നു. പാലക്കുന്നിലെ ബാലകൃഷ്ണന്റെ ചായക്കടയിൽ നിരത്തിയിട്ട ബെഞ്ചുകളിലിരുന്ന പുസ്തകാസ്വാദന ചർച്ച നടത്തി. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം സംഘടിപ്പിച്ച വായനായനം ചായക്കട പുസ്തക ചർച്ച പങ്കെടുത്തവർക്ക് വേറിട്ട അനുഭവമായി തീർന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്നും അകന്നുപോയ ചായക്കടയിലെ സംസാരം തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പാലക്കുന്ന് പാഠശാല വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. പെരിങ്ങേത്ത് ജയദേവൻ അവതരിപ്പിച്ച മാധവിക്കുട്ടിയുടെ നെയ്പായസം കഥ കേൾക്കാനെത്തിയത് നിരവധി പേരാണ്. കൂക്കാനം റഹ്മാൻ, PV നാരായണൻ, കൊടക്കാട് നാരായണൻ, ചായക്കടയുടെ ഉടമ മയിച്ച ബാലകൃഷ്ണൻ, K. അനിത, ധന്യ ബാബു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ജ്വാല കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പി വി വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ജ്വാല കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പി വി വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രമേശൻ കുനിയിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് എംപ്ലോയ്മെന്റ് ഓഫീസർ വി ടി ഷൈജൻ കരിയർ ക്ലാസ് കൈകാര്യം ചെയ്തു. ഒ കെ അനിൽകുമാർ, ബി എൻ ശ്രീജ, എം ഇസ്മായിൽ, എൻ മുഹമ്മദ് ഷാക്കിർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ശ്രീസ്ത ഹരിത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തരിശിടം കൃഷിയിടം നെൽകൃഷി നടിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലവും കൂടിയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയെല്ലാം സംബന്ധിച്ചിടത്തോളം ചളി പോലുള്ള അല്ലെങ്കിൽ ചളിയിൽ മണ്ണിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് അവർക്കേറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശ്രീസ്ത ഹരിത സംഘം തരിശിടം കൃഷിയിടം പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷി നടിയിൽ നടന്നു. അദ്യടം സെന്റർ റോഡിന് സമീപത്തെ വയലിൽ നടന്ന ഞാറുനടിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ ലീഫ്ലെറ്റ് പ്രകാശനവും രമേശൻ പേരൂരിനുള്ള ഉപകാര സമർപ്പണം പി പി ദാമോദരനും നിർവഹിച്ചു. ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, ടി വി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് കെ പ്രമോദ്, വി വിനോദ്, എ മാധവൻ, കെ കെ വി ലക്ഷ്മണൻ, വി രമേശൻ, പി പി കുഞ്ഞിക്കോരൻ, പി കുഞ്ഞിക്കണ്ണൻ, ഇ വി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികത്തിനായി നാടൊന്നിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ഒന്നിച്ചുണ്ണാം ഒരുമയോടെ എന്ന സന്ദേശം ഉയർത്തി സ്കൂളിൽ സ്നേഹവിരുന്നൊരുക്കി. പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തത്തോടെയാണ് സ്കൂളിൽ സദ്യ ഒരുക്കിയത്. വാർഷികാഘോഷത്തിന് ധനസമാഹരണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്നേഹവിരുന്ന്. സദ്യ കഴിച്ച് ഇഷ്ടമുള്ള തുക സംഭാവന നൽകാം. പരിപാടിയുടെ ഭാഗമായി ഉപജില്ലാ ശാസ്ത്രമേള വിജയികളെ അനുമോദിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ വി കെ വി ബാലകൃഷ്ണൻ ഉപഹാരം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷയായി. ഇന്ന് നമ്മുടെ മുഴുവൻ നാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്നേഹവിരുന്നാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനുശേഷം സബ് ജില്ലാ കലോത്സവത്തിൽ ഉന്നത വിജയം കൈവരിച്ച നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ അനുമോദിക്കുന്ന പരിപാടിയും അതോടൊപ്പം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ അണിനിരന്നുകൊണ്ടുള്ള ഗാനമേള ഉൾപ്പെടെ ഇവിടെ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. പ്രധാന അധ്യാപകൻ പി ആർ പ്രഭാകരൻ, കെ പി മനോജ്, കെ പി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഈ സ്നേഹവിരുന്ന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു അവിസ്മരണീയമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. നമ്മൾ പാണപ്പുഴ ഗ്രാമത്തിലുള്ള എല്ലാ വീട് തോറും കയറി ഇറങ്ങി ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ സ്ക്വാഡ് വർക്ക് നടത്തി നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശരിക്കും ഒരു മണിക്കൂറായി എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. ചെറുതാഴം കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായി വെബ്സൈറ്റ് പ്രകാശനവും ഭക്തിഗാന ആൽബ പ്രകാശനവും നടന്നു. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് കെ വി വേണുഗോപാൽ വെബ്സൈറ്റ് പ്രകാശനം നിർവഹിച്ചു. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം 2024 ഡിസംബർ 11, 12, 13, 14 തീയതികളിലായി നടക്കും. മുന്നോടിയായി വെബ്സൈറ്റ് പ്രകാശനവും തെച്ചിമാല ഭക്തിഗാന ആൽബം പ്രകാശനവും നടന്നു. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് കെ വി വേണുഗോപാൽ വെബ്സൈറ്റ് പ്രകാശനവും സിനിമാ താരം ചിത്ര നായർ ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. ഈ നാട്ടിന്റെ സാംസ്കാരിക പൈതൃകമായി നിലകൊള്ളുന്ന സംവിധാനമാണ് ക്ഷേത്രങ്ങളും കാവുകളും അതോടൊപ്പം തന്നെ അമ്പലങ്ങളും അവിടെയുള്ള തെയ്യക്കോലങ്ങളും പെരുങ്കളിയാട്ടവും ഒക്കെ മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയ ആരാധനാമൂർത്തികളാണ്. നിങ്ങളോട് പ്രസംഗം എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ എനിക്ക് അറിയില്ല. കാരണം ഈ വേദിയിലിരിക്കുന്ന പ്രമുഖരായ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ദൈനികപരമായ കാര്യങ്ങൾക്ക് വരുമ്പോൾ എൻ്റെ ഒരു ഇത്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ അവർ പറഞ്ഞ പോലെ പ്രശസ്ത സിനിമാ നടൻ എന്നുള്ള ടൈറ്റിൽ പറയുമ്പോൾ സത്യത്തിലുള്ളിൽ ചെറിയ ചിരി നാണക്കെല്ലാം വരുന്നുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടൊന്നുമില്ല. ചടങ്ങിൽ സന്തോഷ് മണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ഷനിൽ ചെറുതാഴം, ദീപക് മല്ലർ, എ വി മണിപ്രസാദ്, രാകേഷ് പേരൂർക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
പി വിഷ്ണു നമ്പൂതിരി, മഹേഷ് കുമാർ PV, രമേശൻ C, സൂരജ് കുമാർ, കെ നാരായണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഉത്തര മലബാർ ജലോത്സവത്തിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി ടീം ജലരാജപ്പട്ടമണിഞ്ഞു. ചെറുവത്തൂർ അച്ചാന്തുരുത്തി പുഴയെ കീറിമുറിച്ചു പാഞ്ഞ ചുരുളൻ വള്ളങ്ങൾ തമ്മിൽ നടന്ന മത്സരത്തിൽ AKG പെടോത്തുരുത്തി ടീമിനാണ് 2ാം സ്ഥാനം. വയൽക്കര വെങ്ങാട്ട് ടീം 3ാം സ്ഥാനം നേടി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാനഘട്ടം ഒരുക്കത്തിൽ പയ്യന്നൂരിന്റെ സാംസ്കാരിക ഗരിമയ്ക്ക് പ്രൗഢിയേറ്റുന്നതായി കലോത്സവത്തെ മാറ്റാനൊരുങ്ങി സംഘാടകർ. മാലിന്യ നിർമ്മാർജ്ജനം സുഗമമാക്കുന്നതിനായി ഓലക്കൊട്ടകൾ തയ്യാറാക്കി നഗരസഭയുടെയും ഹരിത കർമ്മസേന. കലവറയിലും ഒരുക്കങ്ങൾ തകൃതി. ചെറുതാഴം കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിലംപണി അടിയന്തരം നടന്നു. കോയിമമാരുടെയും ആചാരസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രതിപുരുഷന്മാർ ക്ഷേത്ര തിരുമുറ്റത്തെ കൈലാസക്കല്ലിനരികിൽ നിലം കിളച്ചു തല്ലി ചാണകം മെഴുകി നിലമൊരുക്കൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി കരിവള്ളൂർ കട്ടച്ചേരിയിലെ കൊല്ലന്റെ ആല. പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഈ ആലയിൽ എടാട്ടുമ്മൽ കണ്ണൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 6.5 പതിറ്റാണ്ടാകും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.